ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ലോകത്ത് നടന്ന കറണ്ട് അഫയേഴ്സ് ആണ് 2023 കറണ്ട് അഫയേഴ്സ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. SCRT നിങ്ങൾ ഇതുവരെയും കംപ്ലീറ്റ് ആക്കി പഠിച്ചിട്ടില്ല, മോക്ക് ടെസ്റ്റുകളൊന്നും അറ്റൻഡ് ചെയ്ത് കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും PSC ബേസിക്സിന്റെ ആപ്പിനകത്തുള്ള കോഴ്സ് എടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുന്നതാണ്. മാത്സ് ഉൾപ്പെടെയുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് അവിടെ വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ഐക്യരാഷ്ട്രസഭ ആചരിച്ച വർഷം ഏതാണ്? ഏത് വർഷമാണ് അങ്ങനെ ആചരിച്ചത്? എങ്ങനെ? അന്താരാഷ്ട്ര ലോക ചെറുധാന്യ വർഷമായിട്ട് ആചരിച്ചത് 2023. 2023 പ്രത്യേകത എന്താണ്? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമാണ് 2023. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ വേദിയായത് 2023 ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ വേദിയായത് സ്വിറ്റ്സർലൻഡിലെ ദാവോസ് ആണ് ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ വേദിയായത്. 2023 15ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദിയായത് ദക്ഷിണാഫ്രിക്കയിലെ ഡർബൻ ആണ്. 15ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദിയായത് ഡർബൻ അത് ദക്ഷിണാഫ്രിക്കയിലാണ്. 2023 ഹെൻലി പാസ്പോർട്ട് സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഏത് രാജ്യത്തിൻ്റെതാണ്? ജപ്പാന്റേതാണ്. 2023 ഹെൻലി പാസ്പോർട്ട് സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ജപ്പാന്റേതാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരം ഏതാണ്? ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരം ലണ്ടൻ ആണ്. 2ാം സ്ഥാനം ബംഗളൂരുവിനാണ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ 2ാമത്തെ നഗരം എവിടെയാണ്? ഇന്ത്യയിലാണ്. അപ്പൊ ചോദിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ നഗരം ഏതാണ്? അത് ബംഗളൂരു ആണ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നഗരമാണ് ലണ്ടൻ. 2ാം സ്ഥാനം ബംഗളൂരുവിനാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ശ്മശാനം എന്ന പേരിൽ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത് സാന്റോസിലെ മെമ്മോറിയൽ എക്യുമെനിക്കൽ നെക്രോപോലിസ് സെമിത്തേരിയാണ്. അത് സാന്റോസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ശ്മശാനം എന്ന പേരിൽ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത് സാന്റോസിലെ മെമ്മോറിയൽ എക്യുമെനിക്കൽ നെക്രോപോലിസ് സെമിത്തേരിയാണ്. 12ാമത് വേൾഡ് ബാംബു കോൺഗ്രസിന് വേദിയാകുന്നത് 2024 12ാമത് വേൾഡ് ബാംബു കോൺഗ്രസിന് വേദിയാകുന്നത് തായ്വാനാണ് ബാംബു കോൺഗ്രസിന് വേദിയാകുന്നത്. ന്യൂസിലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ക്രിസ് ഹിപ്കിൻസ് ആണ്. ആരാണ്? ന്യൂസിലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ക്രിസ് ഹിപ്കിൻസ്. മറക്കരുത്, ക്രിസ് ഹിപ്കിൻസ് ആണ് ന്യൂസിലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി. വിക്ടറി സിറ്റി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? സൽമാൻ റുഷ്ദിയാണ് എഴുതിയത്. വിക്ടറി സിറ്റി എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് സൽമാൻ റുഷ്ദിയാണ് വിക്ടറി സിറ്റി എന്ന പുസ്തകം എഴുതിയത്. ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യത്തെ അറബ് സഞ്ചാരിയാണ് സുൽത്താൻ അൽ നയാദി. ആരാണ്? സുൽത്താൻ അൽ നയാദിയാണ് ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യത്തെ അറബ് സഞ്ചാരി. ആരാണ്? ബഹിരാകാശത്ത് നടക്കുന്ന ആദ്യത്തെ അറബ് സഞ്ചാരിയാണ് സുൽത്താൻ അൽ നയാദി എന്നത്. അടുത്തത്, ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് റോക്കറ്റ് ഏതാണ്? ടെറാൻ 1 ആണ് ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് റോക്കറ്റ്. ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് റോക്കറ്റ് ആണ് ടെറാൻ 1. നെക്സ്റ്റ്, ടൈറ്റാനിക്കിന്റെ അവശിഷ്ടം കാണാൻ ആഴക്കടലിൽ പോയി തകർന്ന് 5 പേരുടെ മരണത്തിനിടയാക്കിയ ഓഷ്യൻ ഗേറ്റ് കമ്പനിയുടെ പേടകം ഏതാണ്? ടൈറ്റൻ ആണ്. അപ്പൊ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടം കാണാൻ വേണ്ടിയിട്ട് ആഴക്കടലിൽ പോയി, അവിടെ വെച്ചിട്ട് തകർന്ന് 5 പേരുടെ മരണത്തിനിടയാക്കിയ ഓഷ്യൻ ഗേറ്റ് കമ്പനിയുടെ പേടകത്തിന്റെ പേരാണ് ടൈറ്റൻ. ഏതാണ്? ടൈറ്റൻ. H3N8 പക്ഷിപ്പനി ബാധിച്ച് ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏത്? ചൈനയാണ്. H3N8 പക്ഷിപ്പനി ബാധിച്ച് ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് ചൈന. ഏവിയേഷൻ റാങ്കിംഗ് വെബ്സൈറ്റായ സ്കൈട്രാക്സ് ഏറ്റവും മികച്ച വിമാനത്താവളമായി തെരഞ്ഞെടുത്ത ചാങ്കി എയർപോർട്ട് ഏത് രാജ്യത്താണ്? സിംഗപ്പൂരാണ്. അപ്പൊ ചാങ്കി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സിംഗപ്പൂരാണ്. ചാങ്കി എയർപോർട്ടിന്റെ പ്രത്യേകത എന്താണ്? ഏവിയേഷൻ റാങ്കിംഗ് വെബ്സൈറ്റായ സ്കൈട്രാക്സ് ഏറ്റവും മികച്ച വിമാനത്താവളമായി തെരഞ്ഞെടുത്ത ഒരു എയർപോർട്ടാണ് ചാങ്കി എയർപോർട്ട്. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സിംഗപ്പൂരിലാണ്.
ഈജിപ്തിൽ അടുത്തിടെ കണ്ടെത്തിയ ഏറ്റവും പഴക്കം ചെന്ന മമ്മിയുടെ പേരാണ് ഹെക്കാഷെപ്സ്. അപ്പൊ മമ്മികൾ പൊതുക്കെ നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത്, കണ്ടെത്തുന്നത് ഈജിപ്തിൽ നിന്നാണ്. അപ്പൊ ഈജിപ്തിൽ നിന്ന് അടുത്തിടെ ഒരു ഏറ്റവും പഴക്കം ചെന്ന മമ്മിയെ കണ്ടെത്തി. ഇതിന്റെ പേര് ഹെക്കാഷെപ്സ് എന്നാണ്. എന്താണ് ഹെക്കാഷെപ്സ്? ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ഹാരി രാജകുമാരൻ എഴുതിയ ആത്മകഥയുടെ പേരാണ് സ്പെയർ. ബ്രിട്ടീഷ് രാജകുടുംബാംഗമായ ഹാരി രാജകുമാരൻ എഴുതിയ ആത്മകഥയുടെ പേരാണ് ഏത്? സ്പെയർ എന്നത്. സ്പെയർ. അടുത്തത്, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് മുങ്ങിയ ഏത് കപ്പലിന്റെ അവശിഷ്ടമാണ് ഫിലിപ്പൈൻസിൽ നിന്നും കണ്ടെത്തിയത്? മോണ്ടെവീഡിയോ മാറു എന്ന കപ്പലിന്റെ അവശിഷ്ടമാണ് കണ്ടെത്തിയത്. അപ്പൊ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് മുങ്ങിയ ഒരു കപ്പലാണ് മോണ്ടെവീഡിയോ മാറു. ഇതിന്റെ അവശിഷ്ടം കണ്ടെത്തിയത് ഏത് രാജ്യത്ത് നിന്നാണ്? ഫിലിപ്പൈൻസിൽ നിന്നാണ് കണ്ടെത്തിയത്. മോണ്ടെവീഡിയോ മാറു. സ്വിസ് സ്ഥാപനമായ IQ എയർ പുറത്തിറക്കിയ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായുമലിനീകരണം കൂടിയ രാജ്യം ഏതാണ്? ചാഡാണ്. വായുമലിനീകരണം കൂടിയ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ 8ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. അപ്പൊ സ്വിസ് സ്ഥാപനമായ IQ എയർ പുറത്തിറക്കിയ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം വായുമലിനീകരണം കൂടിയ രാജ്യം ഏതാണ്? ചാഡാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഈ ഒരു ഇൻഡെക്സില്? 8ാം സ്ഥാനമാണ് ഉള്ളത്. സ്വിസ് സ്ഥാപനമായ IQ എയർ പുറത്തിറക്കിയ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ നഗരം ലാഹോർ ആണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണ് ഏറ്റവും മലിനമായ നഗരം ഏത്? ലാഹോർ. 3ാം സ്ഥാനത്ത് രാജസ്ഥാനിലെ ഭിവാഡിയും ഉണ്ട്. രാജസ്ഥാനിലെ ഭിവാഡിക്ക് 3ാം സ്ഥാനമുണ്ട്. അപ്പോൾ സ്വിസ് സ്ഥാപനമായ IQ എയർ പുറത്തിറക്കിയ വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനീകരണപ്പെട്ട നഗരം ലാഹോർ ആണ്. 3ാം സ്ഥാനത്തുള്ളത് രാജസ്ഥാനിലെ ഭിവാഡിയാണ്. രാജസ്ഥാനിലെ ഭിവാഡി. അടുത്തത്, ബഹിരാകാശത്ത് ചിത്രീകരിച്ച ആദ്യത്തെ സിനിമയുടെ പേരാണ് ദ ചലഞ്ച്. ബഹിരാകാശത്ത് ചിത്രീകരിച്ച ആദ്യ സിനിമയാണ് ഏത്? ദ ചലഞ്ച് എന്നത്. നാറ്റോയിൽ അംഗമായ 31ാമത് രാജ്യം ഏതാണ്? നാറ്റോയിൽ അംഗമായ 31ാമത് രാജ്യമാണ് ഫിൻലാൻഡ്. മറക്കരുത്, നാറ്റോയിൽ അംഗമായ 31ാമത് രാജ്യമാണ് ഫിൻലാൻഡ്. ആമസോൺ വനത്തിൽ ചെറുവിമാനം തകർന്നു വീണ് കാണാതായവരെ കണ്ടെത്തുന്നതിന് കൊളംബിയൻ സൈന്യം നടത്തിയ ദൗത്യത്തിന് നൽകിയ പേര് ഓപ്പറേഷൻ ഹോപ്പ് എന്നാണ്. ആമസോൺ വനത്തില് ചെറുവിമാനം തകർന്നു വീണ് കാണാതായവരെ കണ്ടെത്തുന്നതിന് കൊളംബിയൻ സൈന്യം നടത്തിയ ദൗത്യത്തിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ ഹോപ്പ്. ആമസോൺ വനത്തിൽ തകർന്നു വീണ ചെറുവിമാനത്തിന്റെ പേര് സെസ്ന 206 വിമാനം എന്നാണ്. അപ്പൊ ആമസോൺ വനത്തില് ചെറുവിമാനം തകർന്നു വീണ് കാണാതായതിന് കൊളംബിയൻ സൈന്യം നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ ഹോപ്പ്. ഈ ആമസോൺ വനത്തിൽ തകർന്നു വീണ ചെറുവിമാനത്തിന്റെ പേര് സെസ്ന 206 വിമാനം എന്നാണ്. ബഹിരാകാശ യാത്ര നടത്തിയ ചൈനയുടെ ആദ്യത്തെ സിവിലിയനാണ് ഗുയി ഹെയ്ചാവോ. ബഹിരാകാശ യാത്ര നടത്തിയ ചൈനയുടെ ആദ്യ സിവിലിയനാണ് ഗുയി ഹെയ്ചാവോ. 2025 കാലാവസ്ഥ ഉച്ചകോടിക്ക് COP30 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? ബ്രസീലാണ്. ബെലേഡം പാരയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. 2025 കാലാവസ്ഥ ഉച്ചകോടിക്കാണ് ഏത് രാജ്യം ആതിഥേയത്വം വഹിക്കുന്നത്? ബ്രസീൽ ആതിഥേയത്വം വഹിക്കുന്നത്. 2023 പരിസ്ഥിതി ദിന സന്ദേശം എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണത്തെ പൊരുതി തോൽപ്പിക്കാം. പ്ലാസ്റ്റിക് മലിനീകരണത്തെ പൊരുത്തി തോൽപ്പിക്കാം എന്നതാണ് 2023 പരിസ്ഥിതി ദിന സന്ദേശം. 2023 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് എന്നാണ്? എവിടെയാണ്? ദുബായിലാണ്. 2023 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു 15ാമത് ബ്രിക്സ് ഉച്ചകോടി 2023 നടന്നത് ഡർബനിലാണ്, ദക്ഷിണാഫ്രിക്കയിലാണത്. ദെൻ ഇക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റ് EIU തയ്യാറാക്കിയ ലോകത്ത് ജീവിക്കാൻ അനുയോജ്യമല്ലാത്ത പട്ടണങ്ങളിൽ ഒന്നാമതെത്തിയത് ഡമാസ്കസ് ആണ്. ഇക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ ലോകത്ത് ജീവിക്കാൻ അനുയോജ്യമല്ലാത്ത പട്ടണങ്ങളിൽ ഒന്നാമതെത്തിയത് ഡമാസ്കസ് ആണ്. ഡമാസ്കസ്. 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഐവറി കോസ്റ്റ് ആണ്. 2023 പരിസ്ഥിതി ദിന സന്ദേശം എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണത്തെ പൊരുതി തോൽപ്പിക്കാമെന്നാണ്. ഈ 2023 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ചത് ഐവറി കോസ്റ്റ് ആണ്.
2023 49ാമത് G7 ഉച്ചകോടി നടന്നത് എവിടെ വെച്ച്? ഹിരോഷിമയിലെ ജപ്പാനിലെ ഹിരോഷിമയിൽ വെച്ചിട്ടാണ് 2023 49ാമത് G7 ഉച്ചകോടി നടന്നത് ഹിരോഷിമയിൽ വെച്ചിട്ടാണ്. കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ഏതാണ്? കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ഡോറയാണ്. ഡോറ മറക്കരുത്. കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് ഡോറ. 2023 ജൂലൈയില് ഇറ്റലിയിലും തെക്കൻ യൂറോപ്പിലും അനുഭവപ്പെട്ട ഉഷ്ണതരംഗമാണ് സെർബറസ്. 2023 ജൂലൈയില് ഇറ്റലിയിലും തെക്കൻ യൂറോപ്പിലും അനുഭവപ്പെട്ട ഉഷ്ണതരംഗമാണ് സെർബറസ്. അടുത്തിടെ കാട്ടുതീ പടർന്നു പിടിച്ച അമേരിക്കയിലെ ദ്വീപ് സംസ്ഥാനമായ ഹവായിയിലെ പ്രദേശം ഏത്? മൗയി ദ്വീപാണ്. ഈ മൗയി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അതെവിടെയാണ്? അമേരിക്കയിലാണ്. പ്രത്യേകത എന്താണ്? അടുത്തിടെ കാട്ടുതീ പടർന്നു പിടിച്ച അമേരിക്കയിലെ ദ്വീപ് സംസ്ഥാനമായ ഹവായിയിലെ പ്രദേശമാണ് മൗയി ദ്വീപ്. സ്കൂളുകളിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട UN ഏജൻസി ഏത്? യുനെസ്കോയാണ്. അപ്പൊ യുനെസ്കോ പറഞ്ഞു ഇനി മുതൽ സ്കൂളുകളിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം നിരോധിക്കണം. ഇങ്ങനെ പറഞ്ഞ UN ഏജൻസിയാണ് യുനെസ്കോ. 2023 ബ്യൂബണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? 2023 ബ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ചൈനയാണ്. ബ്രിട്ടന്റെ പരമാധികാരിയായി അധികാരമേറ്റെടുത്ത രാജാവാര്? ചാൾസ് മൂന്നാമൻ. ചാൾസ് എത്രാമനാണ്? ചാൾസ് മൂന്നാമനാണ് ബ്രിട്ടന്റെ പരമാധികാരിയായി അധികാരമേറ്റെടുത്ത രാജാവ്. വേൾഡ് ഇക്കണോമിക്സ് ഫോറത്തിന്റെ ആഗോള ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 127 വേൾഡ് ഇക്കണോമിക്സ് ഫോറത്തിന്റെ ആഗോള ലിംഗസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 127. വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ ആഗോള ലിംഗസമത്വ സൂചികയിൽ ഒന്നാമതെത്തിയത് ആരാണ്? ഐസ്ലൻഡാണ്. ഐസ്ലൻഡാണ് ലിംഗസമത്വ സൂചികയിൽ ഒന്നാമത്. ഇന്ത്യയുടെ സ്ഥാനം 127. 2023 മെയ്യിൽ ദയാവധം നിയമവിധേയമാക്കിയ രാജ്യമാണ് പോർച്ചുഗല്. അപ്പം പോർച്ചുഗലിൽ ഇനി ദയാവധം ഉണ്ട്. 2023 മെയ്യിലാണ് ദയാവധം നിയമവിധേയമാക്കിയത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ 28ാമത് വാർഷിക കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദിയായത് UAE ആണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ 28ാമത് വാർഷിക കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദിയായത് എവിടെയാണ്? UAE ആണ് വേദിയായത്. മറക്കരുത്, UAE. നെക്സ്റ്റ്, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ 2024 ഉച്ചകോടിക്ക് വേദിയാകുന്നത് അസ്താനയാണ്. ഇത് കസാക്കിസ്ഥാനിലാണ്. ഷാങ്ഹായ് കോർപ്പറേഷന്റെ ഓർഗനൈസേഷൻ 2024 ഉച്ചകോടിക്ക് വേദിയാകുന്നത് അസ്താന, കസാക്കിസ്ഥാൻ. ലോകത്തെ ഏറ്റവും വലിയ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലവിൽ വരുന്നത് ദുബായിലാണ്. ദുബായിലാണ് ലോകത്തെ ഏറ്റവും വലിയ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലവിൽ വരുന്നത്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2023 പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യം സിംഗപ്പൂരാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ജപ്പാനാണ് ഒരു പാസ്പോർട്ട്. അത് ഏത് സൂചിക പ്രകാരമാണ്? 2023 ഹെൻലി പാസ്പോർട്ട് സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഏത് രാജ്യത്തിന്റെയാണ്? ജപ്പാന്റേതാണ്. എന്നാൽ അപ്പൊ അത് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഫാക്റ്റ് ആണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇത് PSC ബുള്ളറ്റിനുള്ളത് ഞാൻ അതുപോലെ പറഞ്ഞതാണ്. ഓക്കെ, ഇത് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2023 പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യം ജപ്പാനാണ്. 1 പോയിന്റിന്റെ വ്യത്യാസത്തിന് 2ാം സ്ഥാനം സിംഗപ്പൂരിനാണ്. ഓക്കെ, ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2023 പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യം ചോദിച്ചാൽ ജപ്പാൻ, 2ാം സ്ഥാനം ഏതിനാണ്? സിംഗപ്പൂരിനാണ്. നെക്സ്റ്റ് ചോദ്യം, തെക്കു പടിഞ്ഞാറൻ അമേരിക്കയിലും കാലിഫോർണിയയിലും വീശിയടിച്ച ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് ഏതാണ്? തെക്കു പടിഞ്ഞാറൻ അമേരിക്കയിലും കാലിഫോർണിയയിലും വീശിയടിച്ച ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് ഹിലരി. ഏതാണ്? ഹിലരി. 2023 ഓഗസ്റ്റില് ചൈന, ജപ്പാൻ രാജ്യങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റാണ് ഖാനുൻ. ഖാനുൻ എന്ന ചുഴലിക്കാറ്റ് വീശിയത് എവിടെയാണ്? ചൈനയിലും ജപ്പാനിലും. ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ ഏറ്റവും വലുതെന്ന് കരുതുന്ന ജീവിയുടെ ഫോസിൽ കണ്ടെത്തിയ രാജ്യം പെറു ആണ്. ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും വലുതെന്ന് കരുതുന്ന ജീവിയുടെ ഫോസിൽ കണ്ടെത്തിയത് പെറു ആണ്. ഭീമൻ തിമിംഗലത്തിന്റെ കരുതുന്ന ഫോസിലിന് നൽകിയ പേര് പെറുസിറ്റസ് കൊളോസസ് എന്നാണ്. പെറുസിറ്റസ് കൊളോസസ് എന്നാണ്.
ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഏതാണ്? അത് ഐക്കൺ ഓഫ് ദ സീരീസ് ആണ്. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യ കാലാവസ്ഥാ ഉച്ചകോടി നടന്നത് എവിടെയാണ്? കെനിയയിലാണ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഏതാണ്? ഐക്കൺ ഓഫ് ദ സീസ് ആണ്. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യ കാലാവസ്ഥാ ഉച്ചകോടി നടന്നത് കെനിയയിലാണ്. 2023 ടൈം മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും മികച്ച കമ്പനി മൈക്രോസോഫ്റ്റ്. ആപ്പിളിന് 2ാം സ്ഥാനമാണ്. 2023 ടൈം മാഗസിൻ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച കമ്പനി മൈക്രോസോഫ്റ്റ്, സെക്കൻഡ് ആപ്പിളിനാണ്. ഏത് രാജ്യത്ത് നടന്ന ജനകീയ പ്രതിഷേധമാണ് ജസ്റ്റിസ് ഫോർ നഫേൽ എന്നത്? ജസ്റ്റിസ് ഫോർ നഫേൽ എന്നത് ഏത് രാജ്യത്ത് നടന്ന ജനകീയ പ്രതിഷേധം? ഫ്രാൻസ്. കനേഡിയൻ സ്ഥാപനമായ ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥ എന്ന പദവി സ്വന്തമാക്കിയ രാജ്യം സിംഗപ്പൂരാണ്. കനേഡിയൻ സ്ഥാപനമായ ഫ്രേസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥ എന്ന പദവി സ്വന്തമാക്കിയ രാജ്യമാണ് സിംഗപ്പൂര്. ഇലോൺ മസ്കിന്റെ XAI എന്ന കമ്പനി തുടങ്ങിയ ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക്. ഗ്രോക്ക് എന്നത് ഇലോൺ മസ്കിന്റെ XAI എന്ന XAI നിങ്ങൾക്ക് അറിയാം. ഇപ്പോ ഏതാണ് നമ്മുടെ നമ്മുടെ ഏതാണ് എലോൺ മാസ്കിന്റെ കമ്പനിയാണ് ഇപ്പോൾ X. ഈ AI എന്ന കമ്പനി തുടങ്ങിയ ചാറ്റ് ബോട്ടാണ് ഏത്? ഗ്രോക്ക്. ഈ വർഷത്തെ വാക്കായ US നിഘണ്ടുവായ മെറിയം വെബ്സെറ്റർ തിരഞ്ഞെടുത്ത പദം ഒതന്റിക് എന്നതാണ്. ഓതന്റിക് എന്നതാണ് ഈ വർഷത്തെ വാക്കായിട്ട് US നിഘണ്ടുവായ മെറിയം വെബ്സ്റ്റർ തിരഞ്ഞെടുത്തത്. ഓക്കെ ആണല്ലോ. ഇത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വേൾഡ് റിലേറ്റഡ് 2023 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ്. ഇത് PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ളതാണ്. ഇനി നിങ്ങൾക്ക് SCRT കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആപ്പ് എടുക്കാനായിട്ട് മറക്കരുത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് കോഴ്സ് അവൈലബിൾ ആണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വരുന്ന LGS പരീക്ഷയ്ക്കും അത് ഹെൽപ്ഫുൾ ആകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.